നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബ്രിട്ടനിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി നേരിട്ടത് വൻ തിരിച്ചടി. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യം ശക്തം. സ്റ്റാർമറുടെ രാജിക്ക് സമ്മർദ്ദം കൂട്ടിയത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UK തരംഗം. റിഫോം UK നേടിയത് 1450 സീറ്റുകൾ. ലേബർ പാർട്ടി 1064 സീറ്റിൽ നിന്ന് 804 സീറ്റിലേക്ക് കൂപ്പുകുത്തി. പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നത് 136 കൗൺസിലുകളിലായി 5034 സീറ്റുകളിൽ. കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തിയത് ലേബർ പാർട്ടിയുടെ 70-ലധികം എംപിമാർ. റിഫോം UK തരംഗത്തിനിടയിലും തന്റെ സീറ്റ് നിലനിർത്തി മലയാളിയായ നിഖിൽ ഷെറിൻ തമ്പി. സെൻട്രൽ ലണ്ടനിൽ നടക്കാനിരിക്കുന്ന തീവ്ര വലതുപക്ഷ റാലിയിൽ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന 7 പേർക്ക് വിസ നിഷേധിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ യാക്സ്ലി ലെനന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നത് മെയ് 16. യുണൈറ്റഡ് കിങ്ഡം പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തീവ്ര വലതുപക്ഷക്കാരെ തടയുമെന്ന് കീർ സ്റ്റാർമർ. വിസ നിഷേധിച്ചത് അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രഭാഷകൻ ജോയി മന്നാറിനോ മെഗാ ഇൻഫ്ലുവൻസറായ വേറന്റിന ഗോമസ് എന്നിവരുടേത്. വലതു തീവ്രവാദികൾ ബ്രിട്ടനിൽ പ്രവേശിക്കുന്നത് താൻ തടയുമെന്ന് രാജ്യത്തിന്റെ ആത്മാവ് സംരക്ഷിക്കുന്ന പോരാട്ടമാണെന്നും കെയർ സ്റ്റാർമർ. ജെറ്റ് ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK-യിലേക്കുള്ള 100-ലധികം വിമാനങ്ങൾ റദ്ദു ചെയ്തു. റദ്ദാക്കൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട്, മിയാമി എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികൾ. അടുത്ത ആഴ്ച മുതൽ എഡിൻബർഗ് വിമാനത്താവളത്തിൽ 10 മിനിറ്റ് കാത്തു നിൽക്കുന്നതിന് 8.5 പൗണ്ട് ഡ്രോപ്പ് ഇൻ ഫീസ് നൽകണം. നികുതി ബിൽ വർദ്ധിച്ചതോടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വിമാനത്താവള അധികൃതർ. ഡ്രോപ്പ് ഇൻ ഫീസിലെ വർധനവ് 2.5 പൗണ്ട്. കമ്പനിയുടെ നികുതി ബിൽ 8 മില്യൺ പൗണ്ടായി വർദ്ധിച്ചതോടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന 50% ഇളവും മെയ് 18 എടുത്തുകളയും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമത് രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി സൂചന. ഇറാൻ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായി. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന് ഇറാൻ. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന US-ന്റെ ആവശ്യവും ഇറാൻ തള്ളി. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്നും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞെന്നും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ഇറാഖിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി പ്രമുഖ വ്യവസായിയായ അലി അൽ സെയ്ദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നതായി സൂചന. സെയ്ദിയെ US-ലേക്ക് ക്ഷണിച്ചതിനോടൊപ്പം അമേരിക്ക പൂർണ്ണമായും ഒപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ചു ട്രംപ്. പിന്തുണയ്ക്ക് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് കടുത്ത നിബന്ധനകൾ. ഇറാഖിന്റെ അടുത്ത സർക്കാരിൽ നിന്ന് ഇറാൻ പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ ഒഴിവാക്കണമെന്നും ബാഗ്ദാദിൽ ഇറാനുള്ള സ്വാധീനം അവസാനിപ്പിക്കണമെന്നും അമേരിക്കയുടെ പ്രധാന ആവശ്യം. അസം മുഖ്യമന്ത്രിയായി 2ാമതും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത അധികാരം ഏറ്റെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിലൂടെ 90.8 ലക്ഷം പേരെ ഒഴിവാക്കിയത് ഫലത്തെ സ്വാധീനിച്ചുവെന്ന ആരോപണവുമായി സുപ്രീം കോടതിയെ സമീപിച്ച് തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ വിജയിച്ചിരുന്ന 31 സീറ്റുകളിൽ ഇത്തവണത്തെ തോൽവിക്ക് കാരണം തഴയപ്പെട്ട വോട്ടർമാരുടെ കുറവെന്ന് പാർട്ടി എംപിയും മുതിർന്ന അഭിഭാഷകനുമായ കല്യാൺ ബാനർജി. തൃണമൂൽ സ്ഥാനാർത്ഥി 862 വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് 5000-ലധികം പേരെ. ഒഴിവാക്കലിനെതിരെ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുന്നത് 35 ലക്ഷത്തിലധികം അപേക്ഷകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. ആഹ്ലാദ പ്രകടനത്തിന് പോലും സംഭവം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ്. കല്യാണ വീട്ടിൽ വരെ നേതാക്കൾക്ക് മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരുന്നുവെന്നും താഴെത്തട്ടിലടക്കം ഇത് വലിയ ചർച്ചയാണെന്നും ലീഗ്. മുഖ്യമന്ത്രി തർക്കത്തിൽ ദില്ലിയിൽ നിർണായക യോഗം. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, T. സിദ്ദിഖ് എന്നിവർ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. ജനവികാരം മാനിച്ച് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതാകും ഉചിതമെന്ന് K. മുരളീധരനും VM സുധീരനും. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായേക്കും. വാർത്തകൾ വിശദമായി. ബ്രിട്ടനിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി വൻ തിരിച്ചടിയാണ് നേരിട്ടത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യമുയരാൻ വരെ കാരണമായത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UK തരംഗം മൂലമാണ്. എന്നാൽ റിഫോം UK തരംഗത്തിനിടയിലും വൻ മുന്നേറ്റത്തോടെ തന്റെ സീറ്റ് നിലനിർത്തി മലയാളി. തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ നിഖിൽ ഷെറിൻ തമ്പിയാണ് വൻ മുന്നേറ്റത്തോടെ ലണ്ടനിലെ ക്രോയ്ഡൺ ബോറോ കൗൺസിലിലെ ഫൂൾസ്റ്റൗൺ വാർഡിൽ നിന്ന് 2ാം തവണയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിട്ടനിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി വൻ തിരിച്ചടി നേരിട്ട പശ്ചാത്തലത്തിൽ റിഫോം UK തരംഗത്തിനിടയിലും വൻ മുന്നേറ്റത്തോടെ തന്റെ സീറ്റ് നിലനിർത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കവടിയാർ സ്വദേശിയായ നിഖിൽ ഷെറിൻ തമ്പി. നിഖിൽ വൻ മുന്നേറ്റത്തോടെ ലണ്ടനിലെ ക്രോയ്ഡൺ ബോറോ കൗൺസിലിലെ ഫൂൾസ്റ്റൗൺ ടൗൺ വാർഡിൽ നിന്ന് 2ാം തവണയും കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു.
1450 സീറ്റുകളാണ് റിഫോം UK നേടിയത്. 1064 സീറ്റിൽ നിന്ന് 804 സീറ്റിലേക്കാണ് ലേബർ പാർട്ടി എത്തിയത്. 136 കൗൺസിലുകളിലായി 5034 സീറ്റുകളിലാണ് പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നത്. റിഫോം പാർട്ടി തരംഗത്തിനിടെ സീറ്റ് നിലനിർത്താൻ സാധിച്ച ഏതാനും കൺസർവേറ്റീവ് പാർട്ടി കൗൺസിലർ കൂടിയാണ് നിഖിൽ. കുടിയേറ്റ വിരുദ്ധ നയങ്ങളുടെ പേരിൽ വൻ ഭൂരിപക്ഷമാണ് റിഫോം UK നേടിയത്. 2022 നിഖിൽ ആദ്യമായി കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇപ്പോൾ രണ്ടാം തവണയും വിജയിച്ചതിലൂടെ ആ പ്രദേശത്തെ ജനങ്ങൾക്കിടയിലുള്ള അദ്ദേഹത്തിന്റെ സ്വാധീനം കൂടുതൽ വ്യക്തമാവുകയാണ്. എറണാകുളം മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കിയ ശേഷം 2010 നിഖിൽ ഉപരിപഠനത്തിനായി UK നിലവിൽ ഫിലിപ്സ് കമ്പനിയിലെ സീനിയർ ഇന്റഗ്രേഷൻ സ്പെഷ്യലിസ്റ്റായി ജോലി ചെയ്യുകയാണ് നിഖിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ നിവേദ ഗീത മനോഹർ ബ്രിട്ടനിലെ NHS ഉദ്യോഗസ്ഥയാണ്. ലോക്കൽ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളും പള്ളിയിലെയും മറ്റു പ്രാദേശിക കൂട്ടായ്മകളിലെയും ഇടപെടലുകളുമാണ് അദ്ദേഹത്തെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. വെള്ളക്കാർക്ക് ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശത്ത് അവരുടെ വിശ്വാസം നേടിയെടുക്കാൻ നിഖിലിന് സാധിച്ചതാണ് രണ്ടാം തവണയും തിരഞ്ഞെടുക്കപ്പെടാൻ കാരണമായത്. വിജയിച്ചെങ്കിലും ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റത്തെക്കുറിച്ച് നിഖിൽ വ്യക്തമായ ചില മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കൃത്യമായ പ്ലാനിങ്ങും സാമ്പത്തിക ഭദ്രതയും ഇല്ലാതെ UK വരുന്നത് അപകടകരമാണെന്നും ലോൺ എടുത്തു വരുന്നവർ കടുത്ത പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെന്നും നിഖിൽ ചൂണ്ടിക്കാണിക്കുന്നു. 2021 ശേഷം നിയമപരമായി ബ്രിട്ടനിലെത്തിയവർ പോലും കുടിയേറ്റ വിരുദ്ധക്കാരുടെ ഇരകളാക്കപ്പെടുന്നുവെന്നും നിഖിൽ പ്രതികരിക്കുന്നുണ്ട്. 2017 നിഖിലും ഭാര്യയും ചേർന്ന് വീട് സ്വന്തമാക്കുന്നത്. ബ്രിട്ടനിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി തിരിച്ചടി നേരിട്ടതിനിടെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. ലേബർ പാർട്ടിയുടെ 70-ലധികം MPമാർ കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തി. കെയർ സ്റ്റാർമറുടെ നേതൃത്വത്തെ പരോക്ഷമായി ചോദ്യം ചെയ്ത് മുതിർന്ന പാർട്ടി നേതാക്കൾ എത്തിയതിനിടെയാണ് പാർട്ടിക്കുള്ളിൽ രാജി ആവശ്യം മുറുകുന്നത്. ബ്രിട്ടനിലെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ രാജി ആവശ്യം പാർട്ടിക്കുള്ളിൽ ശക്തമാകുന്നു. ബ്രിട്ടീഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം വിദേശകാര്യ സെക്രട്ടറി വെറ്റ് കൂപ്പർ, ആഭ്യന്തരമന്ത്രി ഷബാന മഹ്മൂദ് എന്നിവർ സ്റ്റാർമറോട് അധികാരം കൈമാറ്റം ചെയ്യുന്നത് പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തിരഞ്ഞെടുപ്പിലേറ്റ തോൽവിക്ക് പിന്നാലെ മന്ത്രിമാരുടെ 4 ഉപദേശകർ രാജിവെക്കുകയും സ്റ്റാർമറുടെ നേതൃത്വത്തെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് ജനവിശ്വാസം നഷ്ടപ്പെട്ടതായി ആരോഗ്യ സെക്രട്ടറി വെസ്റ്റ് റീറ്റിംഗിന്റെ ഉപദേശകൻ ജോ മോറിസ് പറഞ്ഞപ്പോൾ സ്റ്റാർമറിന് പാർട്ടിക്കുള്ളിൽ മേൽക്കോയ്മ നഷ്ടപ്പെട്ടുവെന്നും അത് വീണ്ടെടുക്കാൻ കഴിയില്ല എന്നുമായിരുന്നു പരിസ്ഥിതി സെക്രട്ടറി MR റെയ്നോൾഡ്സിന്റെ ഉപദേശകനായ ടോം റൂട്ട്ലാൻഡിന്റെ പ്രതികരണം. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ് എന്നിവിടങ്ങളിൽ നടന്ന കൗൺസിൽ തിരഞ്ഞെടുപ്പുകളിൽ ലേബർ പാർട്ടി കനത്ത തിരിച്ചടി നേരിട്ടതിനിടെയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുടെ രാജി ആവശ്യം ശക്തമായത്. വെയിൽസിൽ 1999 ശേഷം ആദ്യമായി പാർലമെന്റിന്റെ നിയന്ത്രണം പാർട്ടിക്ക് നഷ്ടമായത് കനത്ത പ്രഹരമാണ് ഉണ്ടാക്കിയത്. 27 വർഷക്കാലം അധികാരത്തിലിരുന്ന ലേബർ പാർട്ടിക്ക് ആകെയുള്ള 96 സീറ്റുകളിൽ 9 മാത്രമാണ് വിജയിക്കാനായത്. പ്ലേഡ് കമ്പനി 43 സീറ്റുകൾ പിടിച്ചെടുത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായപ്പോൾ റിഫോം UK 34 സീറ്റുകളിലും വിജയിച്ചു. തീവ്ര വലതുപക്ഷ റാലിയിൽ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന 7 പേർക്ക് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വിസ നിഷേധിച്ചു. ടോമി റോബിൻസൺ എന്നറിയപ്പെടുന്ന തീവ്ര വലതുപക്ഷ നേതാവ് സ്റ്റീഫൻ യാക്സ്ലി ലെനന്റെ നേതൃത്വത്തിൽ മെയ് 16 സംഘടിപ്പിക്കുന്ന യുണൈറ്റ് ദി കിങ്ഡം പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തീവ്ര വലതുപക്ഷക്കാരെ തടയുമെന്ന് കീർ സ്റ്റാർമർ ഉറപ്പു നൽകിയിരുന്നു. സെൻട്രൽ ലണ്ടനിൽ നടക്കാനിരിക്കുന്ന തീവ്ര വലതുപക്ഷ റാലിയിൽ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന 7 പേർക്ക് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വിസ നിഷേധിച്ചു. അമേരിക്ക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രഭാഷകൻ ജോയി മന്നാറിനോ, മെഗാ ഇൻഫ്ലുവൻസറായ വാലന്റീന ഗോമസ് എന്നിവരുടെ വിസ അപേക്ഷ അവരുടെ സാന്നിധ്യം സമൂഹത്തിന് നല്ലതല്ല എന്ന കാരണം പറഞ്ഞാണ് നിരാകരിച്ചിരിക്കുന്നത്. പ്രവേശനം നിഷേധിക്കപ്പെട്ട മറ്റ് 5 പേർ ആരൊക്കെയാണെന്നതിൽ വ്യക്തതയില്ല. ഇളകിയാടുന്ന പ്രധാനമന്ത്രി കസേര ഉറപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു വലതുപക്ഷ തീവ്രവാദികൾ ബ്രിട്ടനിൽ പ്രവേശിക്കുന്നത് താൻ തടയുമെന്ന് സ്റ്റാർമർ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ ആത്മാവ് സംരക്ഷിക്കുന്ന പോരാട്ടമാണ് ഇതിലൂടെ താൻ നടത്തുന്നതെന്നും സ്റ്റാർമർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷത്തെ ദേശീയ റാലിയിൽ 1 ലക്ഷത്തിലധികം പേർ പങ്കെടുത്തിരുന്നു. അതുവരെയുള്ള ബ്രിട്ടീഷ് ചരിത്രത്തിൽ തീവ്ര വലതുപക്ഷക്കാർ സംഘടിപ്പിച്ച ഏറ്റവും വലിയ റാലിയായാണ് അതിനെ കണക്കാക്കുന്നത്. അന്ന് വീഡിയോ കോൺഫറൻസിംഗ് വഴി എലൻ മസ്ക് റാലിയെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. മന്നാറിനോയ്ക്കും ഗോമസിനും ശനിയാഴ്ചയിലെ റാലിയിൽ പങ്കെടുക്കാൻ ബ്രിട്ടനിൽ പ്രവേശിക്കുന്നതിനുള്ള അനുമതി നേരത്തെ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ വഴി ലഭിച്ചിരുന്നു. ഇത് ഹോം ഓഫീസ് ഇടപെട്ട് റദ്ദാക്കുകയായിരുന്നു. മന്നാറിന് ഒരു സ്ത്രീ വിരുദ്ധനായാണ് അറിയപ്പെടുന്നത്. ഏതൊരു കോടതി വിധിച്ചാലും ബലാത്സംഗ ആരോപണങ്ങൾ സത്യമാണ് എന്ന് താൻ ഒരിക്കലും വിശ്വസിക്കില്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയായിരുന്നു ഇത്തരത്തിലൊരു പ്രതിച്ഛായ അദ്ദേഹത്തിന് നേടിക്കൊടുത്തത്. കഴിഞ്ഞ വേനൽക്കാലത്ത് ബിർമിംഗ്ഹാമിലും മാഞ്ചസ്റ്ററിലും നടന്ന ബ്രിട്ടനിലെ ആദ്യ റീമൈഗ്രേഷൻ മാർച്ചിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. 26-കാരിയായ ഗോമസ് കഴിഞ്ഞ വർഷത്തെ യുണൈറ്റഡ് ദി കിങ്ഡം പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ബലാത്സംഗ വീരന്മാരായ മുസ്ലിങ്ങൾ UK നിയന്ത്രണം ഏറ്റെടുക്കുകയാണെന്ന് അവരുടെ അന്നത്തെ പ്രസ്താവന ഏറെ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു. 1948 ഇസ്രയേൽ രൂപീകരിക്കുന്നതിനായി ആദ്യമായി പലസ്തീനികളെ മാറ്റിപ്പാർപ്പിച്ചതിന്റെ വാർഷിക ദിനത്തിലാണ് ഈ തീവ്ര വലതുപക്ഷ പ്രകടനം നടക്കുന്നത് എന്നത് ഒരു യാദൃച്ഛികതയാകില്ല. ജെറ്റ് ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK 100-ലധികം വിമാനങ്ങൾ റദ്ദു ചെയ്തിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ വിഭാഗങ്ങളിലായുള്ള 17 വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെയാണ് തുടരെയുള്ള ഈ റദ്ദാക്കൽ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത്.
ഫ്രാങ്ക്ഫർട്ട്, മിയാമി എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികൾക്കാണ് ഏറ്റവും അധികം ദുരിതം അനുഭവിക്കേണ്ടി വരുന്നത്. ജെറ്റ് ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുകെയിലേക്കുള്ള 100-ലധികം വിമാനങ്ങൾ റദ്ദു ചെയ്തത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായുള്ള 17 വിമാനത്താവളങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളെ ബാധിച്ചു എന്ന് റിപ്പോർട്ട്. ഏവിയേഷൻ അനലിസ്റ്റായ സിറിയം ശേഖരിച്ച ഡേറ്റ പറയുന്നത് ഈ മാസം ഇതിനോടകം തന്നെ ആഗോളതലത്തിൽ ചുരുങ്ങിയത് 13,000 വിമാന സർവീസുകളെങ്കിലും റദ്ദാക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ്. യുകെയിലെ വിവിധ വിമാനത്താവളങ്ങളിലേക്ക് വരുന്നതോ ഇവിടെ നിന്നും യാത്ര തിരിക്കുന്നതോ ആയ 120 സർവീസുകളും റദ്ദാക്കപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ജൂൺ മാസത്തിലെ മറ്റ് 36 സർവീസുകളും റദ്ദു ചെയ്തിരിക്കുകയാണ്. ഇറാൻ യുദ്ധം നീളുന്ന സാഹചര്യത്തിൽ കൂടുതൽ വിമാന സർവീസുകൾ റദ്ദു ചെയ്യപ്പെട്ടേക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. 10 മിനിറ്റ് കാത്തുനിൽക്കുന്നതിന് അടുത്തയാഴ്ച മുതൽ എഡിൻബർഗ് വിമാനത്താവളത്തിൽ 8.5 പൗണ്ട് ഡ്രോപ്പ് ഇൻ ഫീസ് നൽകേണ്ടതായി വരും. 2.5 പൗണ്ടിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കമ്പനിയുടെ നികുതി ബിൽ 8 മില്യൺ പൗണ്ടായി വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. അതിനു പുറമെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന 50% ഇളവും മെയ് 18 എടുത്തുകളയും. അതേസമയം വിമാനത്താവളത്തിൽ നിന്നും 10 മിനിറ്റ് നടന്നാൽ എത്തുന്ന ദൂരത്തിൽ ഒരു സൗജന്യ ഡ്രോപ്പ് ഇൻ പിക്കപ്പ് ഏരിയയുള്ളത് ഇനിയും തുടരും. 10 മിനിറ്റ് കാത്തുനിൽക്കുന്നതിന് അടുത്തയാഴ്ച മുതൽ എഡിൻബർഗ് വിമാനത്താവളത്തിൽ 8.5 പൗണ്ട് ഡ്രോപ്പ് ഇൻ ഫീസ് നൽകേണ്ടതായി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ കമ്പനിയുടെ നികുതി ബിൽ 8 ബില്യൺ പൗണ്ടായി വർദ്ധിച്ചതോടെ പിടിച്ചു നിൽക്കാൻ മറ്റു മാർഗങ്ങളില്ല എന്നാണ് വിമാനത്താവള അധികൃതർ പറയുന്നത്. അതിഥി സൽക്കാരം, വിനോദസഞ്ചാര മേഖലകളിലെ മറ്റു പല സ്ഥാപനങ്ങളെയും പോലെ നികുതി ബിൽ വർദ്ധിച്ചതോടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഗോർഡൻ ഡേവർ പറഞ്ഞു. അധിക ചെലവ് തീർച്ചയായും യാത്രക്കാർ വഹിക്കേണ്ടതായി വരുമെന്നും അദ്ദേഹം പറഞ്ഞു. 142% വർധനമാണ് വിമാനത്താവളത്തിന്റെ നികുതി ബില്ലിൽ ഉണ്ടായിട്ടുള്ളത്. സ്കോട്ട്ലൻഡിലെയും യുകെയിലെയും ഏതൊരു വിമാനത്താവളത്തിന്റെ നികുതി ബില്ലിലും ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വർധനവാണ് ഇത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായാണ് ഇറാൻ ഈ നിലപാട് സ്വീകരിച്ചതെന്ന് വാൾ സ്ട്രീറ്റ് ജേർണലാണ് റിപ്പോർട്ട് ചെയ്തത്. പശ്ചിമേഷ്യയിൽ തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം മൂന്നാമതൊരു രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി റിപ്പോർട്ട്. അതേസമയം സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന നിബന്ധന ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന യുഎസിന്റെ ആവശ്യവും ഇറാൻ തള്ളി. ഇറാന്റെ നീക്കം മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുമെന്നാണ് പ്രതീക്ഷ. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അവസാനിപ്പിക്കുന്നതിനും ഹോർമൂസ് വഴിയുള്ള കപ്പൽ ഗതാഗതം പുനരാരംഭിക്കുന്നതിനുമായി ഇറാനിലെ യുറേനിയം ശേഖരം നീക്കം ചെയ്യണമെന്നും രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു. അതേസമയം നിർദ്ദേശങ്ങൾക്ക് ഇറാൻ നൽകിയ ആദ്യ മറുപടി തികച്ചും അസ്വീകാര്യമാണ് എന്ന് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. ചർച്ചകളിൽ മധ്യസ്ഥരായ പാകിസ്ഥാൻ വഴി ലഭിച്ച ഇറാന്റെ മറുപടി തനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും സമാധാന ചർച്ചകൾ ഇതോടെ അനിശ്ചിതത്വത്തിലായെന്നും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇറാന്റെ മറുപടിയിലെ വിശദാംശങ്ങൾ ട്രംപ് വെളിപ്പെടുത്തിയിരുന്നില്ല. അതേസമയം ഇറാന്റെ ആണവശേഷി പൂർണ്ണമായും ഇല്ലാതാക്കാതെ യുദ്ധം അവസാനിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ സമാധാന ചർച്ചകൾ തുടരുന്നുണ്ടെങ്കിലും ആണവ പദ്ധതികളുടെ കാര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തടസ്സമായി തന്നെ തുടരുകയാണ്. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US സ്പേസ് ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണെന്നും ആരെങ്കിലും അതിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ തകർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മാധ്യമപ്രവർത്തക ഷെറിൽ അറ്റ്കിസണുമായുള്ള അഭിമുഖത്തിലാണ് ട്രംപ് ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയത്. മണ്ണിനടിയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചിരിക്കുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം US സ്പേസ് ഫോഴ്സിന്റെ നിരീക്ഷണത്തിലാണെന്നും ആരെങ്കിലും അതിനടുത്തേക്ക് പോകാൻ ശ്രമിച്ചാൽ അവരെ തകർക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമപ്രവർത്തക ഷെറിൽ അറ്റ്കിസണുമായുള്ള അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്ന് അവകാശപ്പെട്ട ട്രംപ് ഇറാന്റെ 70% തന്ത്രപ്രധാന കേന്ദ്രങ്ങളും ഇതിനകം തകർത്തു കഴിഞ്ഞതായും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും പറഞ്ഞു. ഭൂഗർഭ ശേഖരങ്ങൾ നിരീക്ഷിക്കാൻ ബഹിരാകാശ സൈന്യത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതേസമയം മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാനായി പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇറാൻ പുതിയ സമാധാന കരാറിന്റെ കരട് സമർപ്പിച്ചു. ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. എല്ലാ മുന്നണികളിലും ഉടനടി യുദ്ധം അവസാനിപ്പിക്കുക, ഇറാന് നേരെ ഇനി ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്ന ഉറപ്പു നൽകുക, അമേരിക്കൻ ഉപരോധങ്ങളും നാവിക ഉപരോധവും നീക്കം ചെയ്യുക, മരവിപ്പിച്ച ഇറാനിയൻ ആസ്തികൾ വിട്ടുകൊടുക്കുകയും എണ്ണ വിൽപ്പനയ്ക്കുള്ള തടസ്സങ്ങൾ മാറ്റുകയും ചെയ്യുക എന്നിവയാണ് ഇറാന്റെ പ്രധാന ആവശ്യങ്ങൾ. ഇറാൻ ഒരിക്കലും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് വ്യക്തമായ ഉറപ്പ് നൽകണമെന്നാണ് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ നിലപാട്. എങ്കിൽ മാത്രമേ ഏതൊരു സമാധാന കരാറിനും സാധ്യതയുള്ളൂ എന്ന് വാഷിംഗ്ടൺ വ്യക്തമാക്കി. ഇറാഖിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി പ്രമുഖ വ്യവസായിയായ അലി അൽ സെയ്ദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ. അടുത്തിടെ സെയ്ദിയെ US ക്ഷണിച്ച ട്രംപ് അമേരിക്ക അദ്ദേഹത്തിനൊപ്പം പൂർണ്ണമായും ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചു. എന്നാൽ ഈ പിന്തുണയ്ക്ക് പിന്നിൽ കടുത്ത നിബന്ധനകളാണ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്.
ഇറാഖിന്റെ അടുത്ത സർക്കാരിൽ നിന്ന് ഇറാൻ പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ ഒഴിവാക്കണമെന്നും ബാഗ്ദാദിൽ ഇറാനുള്ള സ്വാധീനം അവസാനിപ്പിക്കണമെന്നുമാണ് അമേരിക്കയുടെ പ്രധാന ആവശ്യം. ഇറാനുമായുള്ള യുദ്ധം തുടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഈ നീക്കം. ഇറാഖിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി പ്രമുഖ വ്യവസായിയായ അലി അൽ സെയ്ദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു. അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച കത്തൈബ് അൽ ഇമാം അലി എന്ന ഇറാൻ അനുകൂല മിലിഷ്യ ഗ്രൂപ്പിന്റെ ജനറൽ സെക്രട്ടറിയാണ് അലി അൽ സെയ്ദി. ഇയാളുടെ ഉടമസ്ഥതയിലുള്ള അൽ ജനൂബ് ഇസ്ലാമിക് ബാങ്ക് വഴിയുള്ള ഡോളർ ഇടപാടുകൾ 2024 അമേരിക്കൻ ട്രഷറി നിരോധിച്ചിരുന്നു. ഇറാൻ റവല്യൂഷണറി ഗാർഡുമായി ബന്ധമുള്ള മിലിഷ്യ നേതാക്കൾക്ക് ഈ ബാങ്ക് വഴി പണം കൈമാറുന്നു എന്ന സംശയത്തെ തുടർന്നായിരുന്നു നടപടി. എന്നാൽ ഈ ആരോപണങ്ങൾ ബാങ്ക് അധികൃതർ നിഷേധിച്ചു. ഇറാൻ അനുകൂലിയായ മുൻ പ്രധാനമന്ത്രി നൂരി അൽ മാലിക്കിനെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയപ്പോൾ ഇറാഖിനുള്ള സഹായം നിർത്തലാക്കുമെന്ന് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇറാഖിലെ ഷിയ രാഷ്ട്രീയ വിഭാഗങ്ങൾ സെയ്ദിയുടെ പേര് നിർദ്ദേശിച്ചത്. സെയ്ദിയുടെ നാമനിർദ്ദേശത്തിൽ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിൽ അദ്ദേഹം ട്രംപുമായും ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും സംസാരിച്ചു കഴിഞ്ഞു. എന്നാൽ മിലിഷ്യ ഗ്രൂപ്പുകളെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്തണമെന്ന ട്രംപിന്റെ ആവശ്യം നടപ്പിലാക്കുന്നത് സെയ്ദിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ വെല്ലുവിളിയാണ്. ഇറാഖിന്റെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും ഈ ഗ്രൂപ്പുകൾക്ക് വലിയ വേരോട്ടമുണ്ട്. ഇവരെ നിരായുധരാക്കാനോ അധികാരം കുറയ്ക്കാനോ ഉള്ള ഏതു നീക്കവും അക്രമാസക്തമായ പ്രതികരണത്തിനിടയാക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. അതേസമയം അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെ 200ഓളം ആക്രമണങ്ങൾ നടത്തിയ മിലിഷ്യകൾക്കെതിരെ കർശന നടപടി വേണമെന്ന നിലപാടിലാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 129.42 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.15 യൂറോ, ഒരു US ഡോളർ 95.56 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 112.28 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 69.78 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഗുവാഹത്തിയിലെ ഖാനാപാറ വെറ്റിനറി കോളേജ് മൈതാനത്ത് നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്തു. ഇവർക്ക് പുറമെ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ, BJP അധ്യക്ഷൻ നിതിൻ നബീൻ, 40-ലധികം NDA മുഖ്യമന്ത്രിമാർ തുടങ്ങിയവരും ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു. 126 അംഗ അസം നിയമസഭയിൽ 102 സീറ്റുകൾ നേടിയാണ് NDA സഖ്യം മൂന്നാം തവണയും അസമിൽ അധികാരം നിലനിർത്തിയത്. അസം മുഖ്യമന്ത്രിയായി ഹിമന്ത ബിശ്വ ശർമ്മ രണ്ടാമതും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഇതിൽ BJP തനിച്ച് 82 സീറ്റുകൾ നേടി. സഖ്യകക്ഷികളായ അസം ഗണ പരിഷത്തും ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ടും 10 സീറ്റുകൾ വീതം നേടി. മുഖ്യമന്ത്രിയോടൊപ്പം 4 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. അസം ഗണ പരിഷത്ത് അധ്യക്ഷനും ബോക്കാഘാട്ട് MLAയുമായ അതുൽ ബോറ, VPFന്റെ പ്രതിനിധിയായി ചരൺ ബോറോ, മുൻ കേന്ദ്രമന്ത്രിയും ചായത്തോട്ടം തൊഴിലാളി വിഭാഗത്തിൽ നിന്നുള്ള നേതാവുമായ രാമേശ്വർ തേലി, അസമിലെ ആദ്യ വനിതാ ധനമന്ത്രിയും ഗോലാഘട്ട് MLAയുമായ അജന്ത നിയോഗ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മുതിർന്ന BJP നേതാവ് രഞ്ജിത് കുമാർ ദാസിനെ അസം നിയമസഭയുടെ പുതിയ സ്പീക്കറാക്കുമെന്നാണ് വിവരം. നേരത്തെ പഞ്ചായത്ത് ഗ്രാമവികസന മന്ത്രിയായും BJP സംസ്ഥാന അധ്യക്ഷനായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ നിന്ന് BJPയിലെത്തിയ ഹിമന്ത ബിശ്വ ശർമ്മയുടെ തന്ത്രപരമായ നീക്കങ്ങളാണ് അസമിൽ NDAയുടെ തുടർഭരണത്തിന് വഴിയൊരുക്കിയതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിലൂടെ 90.8 ലക്ഷം പേരെ ഒഴിവാക്കിയത് ഫലത്തെ സ്വാധീനിച്ചെന്ന ആരോപണവുമായി തൃണമൂൽ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചു. മുൻപ് തൃണമൂൽ വിജയിച്ചിരുന്ന 31 സീറ്റുകളിൽ ഇത്തവണത്തെ തോൽവിക്ക് കാരണം ഈ വോട്ടർമാരുടെ കുറവാണെന്ന് പാർട്ടി MPയും മുതിർന്ന അഭിഭാഷകനുമായ കല്യാൺ ബാനർജി കോടതിയിൽ വാദിച്ചു. 90 ലക്ഷം വോട്ടർമാരെ ഒഴിവാക്കിയത് ഫലത്തെ ബാധിച്ചെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് ഫലത്തിൽ തൃണമൂൽ സുപ്രീം കോടതിയിൽ 31 സീറ്റുകളിലും BJP സ്ഥാനാർത്ഥികളുടെ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വോട്ടർമാരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. ഒരു മണ്ഡലത്തിൽ തൃണമൂൽ സ്ഥാനാർത്ഥി 862 വോട്ടിന് പരാജയപ്പെട്ടപ്പോൾ അവിടെ 5000-ലധികം പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത്. ഒഴിവാക്കലിനെതിരെ നൽകിയ 35 ലക്ഷത്തിലധികം അപേക്ഷകൾ ഇപ്പോഴും തീർപ്പാക്കാതെ ഇരിക്കുകയാണ്. തൃണമൂലും BJPയും തമ്മിലുള്ള ആകെ വോട്ട് വ്യത്യാസം 32 ലക്ഷമാണെന്നിരിക്കെ ഈ അപേക്ഷകൾ ഫലത്തെ മാറ്റിമറിക്കാൻ പോകുന്നതാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. നിലവിലെ വേഗതയിൽ ഈ അപേക്ഷകൾ തീർപ്പാക്കാൻ 4 വർഷം എടുക്കുമെന്നാണ് അഭിഭാഷക മേനക ഗുരുസ്വാമി പറഞ്ഞത്. എന്നാൽ തൃണമൂലിന്റെ ആരോപണങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. വോട്ടർമാരെ ഏറ്റവും കൂടുതൽ ഒഴിവാക്കിയ മാൽഡ, മുർഷിദാബാദ് മേഖലകളിലെ മണ്ഡലങ്ങളിൽ പോലും തൃണമൂലാണ് വിജയിച്ചതെന്ന് കമ്മീഷൻ ചൂണ്ടിക്കാട്ടി. സുജാപൂർ, രഘുനാഥ്ഗഞ്ച് തുടങ്ങിയ ഏറ്റവും കൂടുതൽ പേർ വട്ടിയേക്ക് പുറത്തായ 5 സംസ്ഥാനങ്ങളിലും തൃണമൂൽ തന്നെയാണ് ജയിച്ചതെന്ന് EC കോടതിയെ അറിയിച്ചു. ബംഗാളിലെ 294 സീറ്റുകളിൽ 207 എണ്ണത്തിലും വിജയിച്ചാണ് BJP ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ അധികാരത്തിലെത്തിയത്. വോട്ടർ പട്ടിക പുതുക്കലും അനധികൃത കുടിയേറ്റം എന്ന വിഷയവും തിരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ വലിയ ചർച്ചയായിരുന്നു.
ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മാല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് പരിഗണിക്കുന്നത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി ടിവികെയിലെ മുതിർന്ന നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തു. ചെന്നൈ തൗസൻഡ് ലേക്സ് മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ് അദ്ദേഹം. PMK സ്ഥാനാർത്ഥി ഡോക്ടർ എലൻ നാഗനാഥനെ 12,000-ഓളം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പ്രഭാകർ നിയമസഭയിലെത്തിയത്. പ്രോട്ടം സ്പീക്കർ MV കറുപ്പയ്യയുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വിജയ്, പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ എന്നിവർ ചേർന്നാണ് പുതിയ സ്പീക്കറെ ആസനത്തിലേക്ക് ആനയിച്ചത്. തമിഴ്നാട് നിയമസഭാ സ്പീക്കറായി ടിവികെയിലെ മുതിർന്ന നേതാവ് JCD പ്രഭാകരനെ എതിരില്ലാതെ തിരഞ്ഞെടുത്തതിന് പിന്നാലെ നടന്ന ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പിൽ ടിവികെ MLA M രവിശങ്കറിനെയും എതിരില്ലാതെ തിരഞ്ഞെടുത്തു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ടിവികെ യുഗം തുടങ്ങുന്നതിന്റെ ശക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ നീക്കങ്ങളെ കാണുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള നേതാവാണ് 73-കാരനായ JCD പ്രഭാകർ. മുൻ AIADMK നേതാവായിരുന്ന അദ്ദേഹം പിന്നീട് വിജയ് നയിക്കുന്ന ടിവികെയിൽ ചേരുകയായിരുന്നു. ടിവികെയുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക തയ്യാറാക്കുന്നതിലും പാർട്ടിയുടെ സംഘടനാ രൂപീകരണത്തിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പുതുമുഖങ്ങളാൽ നിറഞ്ഞ പാർട്ടിയായ ടിവികെയുടെ നിയമസഭയിലെ പ്രവർത്തനങ്ങൾക്ക് അനുഭവ പരിചയമുള്ള ഒരാളുടെ സാന്നിധ്യം അനിവാര്യമാണെന്ന കണക്കുകൂട്ടലിലാണ് JCD പ്രഭാകരനെ സ്പീക്കർ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ വിജയ് തയ്യാറായത്. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. ആഹ്ലാദ പ്രകടനത്തിന് പോലും ഇത് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് പറഞ്ഞു. താഴെത്തട്ടിലടക്കം ഇത് വലിയ ചർച്ചയാണ്. കല്യാണ വീട്ടിൽ വരെ നേതാക്കൾക്ക് ഇതേക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരും. നിലവിൽ പറഞ്ഞു കേൾക്കുന്ന 3 പേരെയും ഒരുമിച്ചിരുത്തി ഒരാളെ നിശ്ചയിച്ച് ഏറ്റവും അടുത്ത ദിവസം മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്നാണ് ആഗ്രഹമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ് രംഗത്ത് വന്നു. ആഹ്ലാദ പ്രകടനത്തിന് പോലും അത് മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P അബ്ദുൽ ഹമീദ് ആണ് തുറന്നടിച്ചത്. 10 വർഷത്തിനു ശേഷം UDFന് ഭരണം കിട്ടിയത് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് നൽകിയത്. UDFന്റെ പ്രഖ്യാപനങ്ങൾക്ക് വലിയ സ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. എന്നാൽ സർക്കാർ അധികാരത്തിൽ വരാതെ അതിലൊന്നും നടപടിയെടുക്കാനാകില്ലല്ലോ. ലീഗിന്റെ അഭിപ്രായം കോൺഗ്രസ് നേതൃത്വം മുഖവിലക്കെടുക്കും. മാത്യു കുഴൽനാടൻ ലീഗിനെ ഏറെ പ്രശംസിച്ച ശേഷം നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത്. ലീഗിനെ പൂർണ്ണമായും മാത്യു കുഴൽനാടനെ മനസ്സിലാക്കാനായിട്ടില്ല എന്ന് സംശയിക്കുന്നു. ഇക്കാര്യത്തിൽ ലീഗ് അണികൾക്കുള്ള അമർഷം നേതാക്കളെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരള മുഖ്യമന്ത്രി ആരാകുമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കും. വൈകുന്നേരം 5 മണിയോടെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കൂടിക്കാഴ്ച നടത്തും. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കായി ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയ നേതാക്കളും ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിൽ പുരോഗമിക്കുന്നു. മുൻ KPCC അധ്യക്ഷന്മാരായ K സുധാകരൻ, K മുരളീധരൻ, MM ഹസൻ, മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളുമായാണ് കൂടിക്കാഴ്ച. രാഹുൽ ഗാന്ധിയാണ് ഇവരിൽ നിന്ന് അഭിപ്രായങ്ങൾ തേടുന്നത്. ദില്ലിയിൽ കേരളത്തിലെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലിയുള്ള തിരക്കിട്ട നിർണായക ചർച്ചകൾ നടക്കുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഖർഗെ ദില്ലിക്ക് തിരിച്ചു. പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലായിരുന്നു യാത്ര. രാഹുൽ ഗാന്ധി പ്രധാനമായും ചോദിച്ചറിയുന്നത് സംസ്ഥാനത്ത് ശക്തി പ്രകടനമടക്കമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണെന്ന് കേരളത്തിലെ നേതാക്കൾ പറയുന്നു. ആരാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിലെന്ന് ചോദിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ജനവികാരം കൂടി പരിഗണിക്കണമെന്ന് ചില നേതാക്കൾ രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനകീയ പ്രതിഷേധമെങ്കിൽ പാർട്ടി പറയുമ്പോൾ നിർത്തുമോ എന്ന ചോദ്യവും ചർച്ചകളിൽ ഉയർന്നിട്ടുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് രംഗത്തുള്ളത്. കേരളത്തിലെ നേതാക്കളുമായുള്ള സോണിയാഗാന്ധിയുടെ വസതിയിലെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇന്ന് വൈകിട്ട് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായി ചർച്ച നടത്തും. ഇതിനുശേഷം സോണിയാഗാന്ധിയുമായി ചർച്ച നടത്തിയ ശേഷമാകും പ്രഖ്യാപനം. അധികാരത്തിൽ തിരിച്ചെത്തിയ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ അന്തിമ തീരുമാനമാകാത്തത് വമ്പൻ ജയത്തിന് മങ്ങലേൽപ്പിച്ചെന്ന് തുറന്നു പറഞ്ഞ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇതിനിടെ രംഗത്തെത്തി. തിരുവനന്തപുരത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു KPCC അധ്യക്ഷന്റെ മറുപടി. വമ്പൻ ജയത്തിന് മങ്ങലേൽപ്പിക്കുന്നതാണ് മുഖ്യമന്ത്രി ചർച്ചയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വെളുത്ത പുക ഉടൻ ഉയരുമെന്നും സണ്ണി ജോസഫ് പ്രതീക്ഷ പങ്കുവച്ചു. 3 MLA-മാരെ നിയമസഭയിൽ എത്തിക്കാൻ സാധിച്ചുവെങ്കിലും A ക്ലാസ് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞതിനെ ചൊല്ലി BJP നേതൃയോഗങ്ങളിൽ വിമർശനമുയരും. പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ സീറ്റുകൾ 2020-ക്കും BDJS-നും നൽകിയ സംസ്ഥാന നേതൃത്വത്തിന്റെ നടപടിക്കെതിരെ മുൻനിര നേതാക്കൾ തന്നെ രംഗത്തെത്തുമെന്നാണ് സൂചന. രാഷ്ട്രീയം പറയാതെ വികസിത കേരളം എന്ന മുദ്രാവാക്യം മാത്രം ഉയർത്തിയത് വോട്ട് കുറയാൻ കാരണമായെന്ന ആരോപണവും 3 MLA-മാരെ നിയമസഭയിലെത്തിക്കാൻ സാധിച്ചെങ്കിലും A ക്ലാസ് മണ്ഡലങ്ങളിൽ വോട്ട് കുറഞ്ഞതിനെ ചൊല്ലിയുള്ള BJP നേതൃയോഗങ്ങളിൽ ഉന്നയിക്കപ്പെടും. സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനും ടീമിനും നേരെയാണ് ഈ 2 വിമർശനങ്ങളുടെയും മുന നീളുന്നത്. തിരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്യാൻ 15-ന് സംസ്ഥാന കോർ കമ്മിറ്റിയും 16-ന് ഭാരവാഹി യോഗവും വിളിച്ചിട്ടുണ്ട്. വിജയിക്കുകയോ 2ാം സ്ഥാനത്തെത്തുകയോ ചെയ്യുമെന്ന് പ്രതീക്ഷിച്ച് 36 മണ്ഡലങ്ങളെയാണ് BJP നേതൃത്വം A ക്ലാസ് കാറ്റഗറിയിലേക്ക് ഉയർത്തി പ്രത്യേക ശ്രദ്ധ നൽകിയത്. ഇവിടങ്ങളിൽ വലിയ തോതിൽ ഫണ്ടും ചെലവഴിച്ചു. 2021-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പാർട്ടി മത്സരിച്ച ഭൂരിപക്ഷ മണ്ഡലങ്ങളിലും BJPക്ക് വോട്ട് വർധന ഉണ്ടായിട്ടുണ്ട്.
ഈ കണക്കാണ് സംസ്ഥാന നേതൃത്വം മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലഭിച്ച വോട്ട് കിട്ടാത്ത ഒട്ടേറെ എ ക്ലാസ് മണ്ഡലങ്ങളുമുണ്ട്. വട്ടിയൂർക്കാവ്, ചെങ്ങന്നൂർ തുടങ്ങിയ ചില മണ്ഡലങ്ങളിൽ 2021 വോട്ട് കുറഞ്ഞു. IPL തുടക്കം കേമമാക്കിയ പഞ്ചാബ് കിങ്സിന് അവസാന ഘട്ടത്തിൽ കാലിടറും. ധരംശാലയിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ പരാജയത്തോടെ പഞ്ചാബ് കിങ്സിന്റെ തുടർച്ചയായ 4ാം തോൽവിയായി ഇത്. 3 വിക്കറ്റിനാണ് ഡൽഹി പഞ്ചാബിനെ തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് 5 വിക്കറ്റ് നഷ്ടത്തിൽ 210 റൺസ് അടിച്ചെടുത്തു. 19 ഓവറിൽ ഡൽഹി ലക്ഷ്യം മറികടന്നു. വിജയത്തോടെ ഡൽഹിക്ക് പ്ലേ ഓഫ് പ്രതീക്ഷകൾ നിലനിർത്താനുമായി. മില്ലർ, ക്യാപ്റ്റൻ അക്സർ പട്ടേൽ എന്നിവരുടെ ആക്രമണോത്സുകമായ ഇന്നിംഗ്സുകൾ ക്യാപിറ്റൽസിന് 19 ഓവറിൽ 211 റൺസ് നേടാൻ സഹായിച്ചു. ധരംശാലയിലെ റെക്കോർഡ് ചേസിംഗ് ആണിത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബിനായി പ്രിയാൻ ഷാരിയും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരും അർദ്ധ സെഞ്ചുറി നേടി. സീസണിലെ ആദ്യ പകുതിയിൽ തോൽവിയറിയാതെ മുന്നേറിയ പഞ്ചാബ് കിങ്സിന് തുടർച്ചയായി 4 മത്സരങ്ങളിൽ ഇപ്പോൾ തോൽവിയാണ്. പ്ലേ ഓഫിലെത്താൻ ശേഷിക്കുന്ന 3 മത്സരങ്ങളിൽ കുറഞ്ഞത് 2 വിജയങ്ങളെങ്കിലും അവർക്ക് നേടണം. പഞ്ചാബിന്റെ തോൽവി മുൻ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സിനും രാജസ്ഥാൻ റോയൽസിനും ആശ്വാസം പകരുന്നുണ്ട്. പോയിന്റ് പട്ടികയിൽ ഇരു ടീമുകൾക്കും പഞ്ചാബുമായി ഇപ്പോൾ 1 പോയിന്റിന്റെ വ്യത്യാസം മാത്രമാണ് ഉള്ളത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്രിട്ടനിലെ പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ രാജ്യം ഭരിക്കുന്ന ലേബർ പാർട്ടി നേരിട്ടത് വൻ തിരിച്ചടി. പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന് പാർട്ടിക്കുള്ളിൽ ആവശ്യം ശക്തം. സ്റ്റാർമറുടെ രാജിക്ക് സമ്മർദ്ദം കൂട്ടിയത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ റിഫോം UK തരംഗം. റിഫോം UK നേടിയത് 1450 സീറ്റുകൾ. ലേബർ പാർട്ടി 1064 സീറ്റിൽ നിന്ന് 804 സീറ്റിലേക്ക് കൂപ്പുകുത്തി. പ്രാദേശിക തെരഞ്ഞെടുപ്പ് നടന്നത് 136 കൗൺസിലുകളിലായി 5034 സീറ്റുകളിൽ. കെയർ സ്റ്റാർമർ രാജിവെക്കണമെന്ന ആവശ്യമുയർത്തി രംഗത്തെത്തിയത് ലേബർ പാർട്ടിയുടെ 70-ലധികം MPമാർ. റിഫോം UK തരംഗത്തിനിടയിലും തന്റെ സീറ്റ് നിലനിർത്തി മലയാളിയായ നിഖിൽ ഷെറിൻ തമ്പി. സെൻട്രൽ ലണ്ടനിൽ നടക്കാനിരിക്കുന്ന തീവ്ര വലതുപക്ഷ റാലിയിൽ പങ്കെടുക്കുമെന്ന് കരുതിയിരുന്ന 7 പേർക്ക് വിസ നിഷേധിച്ച് ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ്. തീവ്ര വലതുപക്ഷ നേതാവ് ടോമി റോബിൻസൺ എന്നറിയപ്പെടുന്ന സ്റ്റീഫൻ യാക്സ്ലി ലെനന്റെ നേതൃത്വത്തിൽ റാലി സംഘടിപ്പിക്കുന്നത് മെയ് 16. യുണൈറ്റഡ് കിങ്ഡം പരിപാടിയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും തീവ്ര വലതുപക്ഷക്കാരെ തടയുമെന്ന് കീർ സ്റ്റാർമർ. വിസ നിഷേധിച്ചത് അമേരിക്ക ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന പ്രഭാഷകൻ ജോയി മന്നാർനോ, മെഗാ ഇൻഫ്ലുവൻസറായ വേലന്റിന ഗോമസ് എന്നിവരുടേത്. വലതു തീവ്രവാദികൾ ബ്രിട്ടനിൽ പ്രവേശിക്കുന്നത് താൻ തടയുമെന്ന് രാജ്യത്തിന്റെ ആത്മാവ് സംരക്ഷിക്കുന്ന പോരാട്ടമാണെന്നും കെയർ സ്റ്റാർമർ. ജെറ്റ് ഇന്ധന പ്രതിസന്ധി രൂക്ഷമായതോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും UK-യിലേക്കുള്ള 100-ലധികം വിമാനങ്ങൾ റദ്ദു ചെയ്തു. റദ്ദാക്കൽ പ്രതികൂലമായി ബാധിച്ചിരിക്കുന്നത് ഫ്രാങ്ക്ഫർട്ട്, മിയാമി എന്നിവിടങ്ങളിലേക്കുള്ള വിനോദസഞ്ചാരികൾ. അടുത്ത ആഴ്ച മുതൽ എഡിൻബർഗ് വിമാനത്താവളത്തിൽ 10 മിനിറ്റ് കാത്തു നിൽക്കുന്നതിന് 8.5 പൗണ്ട് ഡ്രോപ്പിംഗ് ഫീസ് നൽകണം. നികുതി ബിൽ വർദ്ധിച്ചതോടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് വിമാനത്താവള അധികൃതർ. ഡ്രോപ്പിംഗ് ഫീസിലെ വർധനവ് 2.5 പൗണ്ട്. കമ്പനിയുടെ നികുതി ബിൽ 8 ബില്യൺ പൗണ്ടായി വർദ്ധിച്ചതോടെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിയിരുന്ന 50% ഇളവും മെയ് 18 എടുത്തുകളയും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി തങ്ങളുടെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം 3ാമത് രാജ്യത്തേക്ക് മാറ്റാൻ ഇറാൻ സമ്മതിച്ചതായി സൂചന. ഇറാൻ ഇത്തരത്തിൽ നിലപാട് സ്വീകരിച്ചത് അമേരിക്ക മുന്നോട്ട് വെച്ച സമാധാന നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണമായി. സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടാൽ കൈമാറിയ യുറേനിയം തിരികെ നൽകണമെന്ന് ഇറാൻ. രാജ്യത്തെ ആണവ നിലയങ്ങൾ തകർക്കണമെന്ന US-ന്റെ ആവശ്യവും ഇറാൻ തള്ളി. ഇറാൻ സൈനികമായി പരാജയപ്പെട്ടുവെന്നും തന്ത്രപ്രധാന കേന്ദ്രങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞെന്നും ബാക്കിയുള്ളവ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇല്ലാതാക്കുമെന്നും ട്രംപിന്റെ ഭീഷണി. ഇറാഖിന്റെ അടുത്ത പ്രധാനമന്ത്രിയായി പ്രമുഖ വ്യവസായിയായ അലി അൽ സെയ്ദിയെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പിന്തുണയ്ക്കുന്നതായി സൂചന. സെയ്ദിയെ US-ലേക്ക് ക്ഷണിച്ചതിനോടൊപ്പം അമേരിക്ക പൂർണ്ണമായും ഒപ്പമുണ്ടെന്നും പ്രഖ്യാപിച്ചു ട്രംപ്. പിന്തുണയ്ക്ക് ട്രംപ് മുന്നോട്ട് വച്ചിരിക്കുന്നത് കടുത്ത നിബന്ധനകൾ. ഇറാഖിന്റെ അടുത്ത സർക്കാരിൽ നിന്ന് ഇറാൻ പിന്തുണയുള്ള മിലിഷ്യ ഗ്രൂപ്പുകളെ ഒഴിവാക്കണമെന്നും ബാഗ്ദാദിൽ ഇറാനുള്ള സ്വാധീനം അവസാനിപ്പിക്കണമെന്നും അമേരിക്കയുടെ പ്രധാന ആവശ്യം. അസം മുഖ്യമന്ത്രിയായി 2ാമതും സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റ് ഹിമന്ത ബിശ്വ ശർമ്മ. ഹിമന്ത അധികാരം ഏറ്റെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എന്നിവർ പങ്കെടുത്ത പ്രൗഢഗംഭീരമായ ചടങ്ങിൽ. പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയ പ്രത്യേക വോട്ടർ പട്ടിക പുതുക്കലിലൂടെ 90.8 ലക്ഷം പേരെ ഒഴിവാക്കിയത് ഫലത്തെ സ്വാധീനിച്ചുവെന്ന ആരോപണവുമായി സുപ്രീം കോടതിയെ സമീപിച്ച് തൃണമൂൽ കോൺഗ്രസ്. തൃണമൂൽ വിജയിച്ചിരുന്ന 31 സീറ്റുകളിൽ ഇത്തവണത്തെ തോൽവിക്ക് കാരണം തഴയപ്പെട്ട വോട്ടർമാരുടെ കുറവെന്ന് പാർട്ടി MPയും മുതിർന്ന അഭിഭാഷകനുമായ കല്യാൺ ബാനർജി. തൃണമൂൽ സ്ഥാനാർത്ഥി 862 വോട്ടിന് പരാജയപ്പെട്ട മണ്ഡലത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് 5000-ലധികം പേരെ. ഒഴിവാക്കലിനെതിരെ ഇപ്പോഴും തീർപ്പാക്കാതെ കിടക്കുന്നത് 35 ലക്ഷത്തിലധികം അപേക്ഷകൾ. കേരളത്തിലെ മുഖ്യമന്ത്രി പ്രഖ്യാപനം നീണ്ടുപോകുന്നതിൽ അതൃപ്തി പരസ്യമാക്കി മുസ്ലിം ലീഗ്. ആഹ്ലാദ പ്രകടനത്തിന് പോലും സംഭവം മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെന്ന് ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൽ ഹമീദ്.
കല്യാണ വീട്ടിൽ വരെ നേതാക്കൾക്ക് മുഖ്യമന്ത്രി ചർച്ചയെക്കുറിച്ച് വിശദീകരിക്കേണ്ടി വരുന്നുവെന്നും താഴെത്തട്ടിലടക്കം ഇത് വലിയ ചർച്ചയാണെന്നും ലീഗ്. മുഖ്യമന്ത്രി തർക്കത്തിൽ ദില്ലിയിൽ നിർണായക യോഗം. മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കൊടിക്കുന്നിൽ സുരേഷ്, ടി സിദ്ദിഖ് എന്നിവർ KC വേണുഗോപാലിനെ അനുകൂലിക്കുന്നു. ജനവികാരം മാനിച്ച് സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതാകും ഉചിതമെന്ന് K മുരളീധരനും VM സുധീരനും. പ്രഖ്യാപനം നാളെ ഉണ്ടായേക്കും. KC വേണുഗോപാൽ മുഖ്യമന്ത്രിയായേക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.